ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പാർട്ട് 4. അപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ. അപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. അപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ. ഓക്കെ. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിന്റെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിന്റെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. പ്രകൃതിയിലെ ഏറ്റവും ബലമായ ബലം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കൈ കല്ലിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കൈ കല്ലിൽ പ്രയോഗിക്കുന്ന ബലം അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം അപകേന്ദ്ര ബലമാണ്. ഒന്നുകൂടി, ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ നമ്മുടെ കല്ലിൽ പ്രയോഗിക്കുന്ന ബലം, ഇവിടെ കൈയാണ് ഫോക്കസ്, കൈ ഫോക്കസ്ഡ് ആണെങ്കിൽ അഭികേന്ദ്ര ബലമാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ ഇവിടെ കല്ലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം അപകേന്ദ്ര ബലം. വൈദ്യുതോർജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. വൈദ്യുതോർജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രോളിറ്റിക് സെല്ല്. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഗാൽവനിക് സെല്ല്. ഓക്കെ. ഇലക്ട്രിക് എനർജി ടു കെമിക്കൽ എനർജി ഇലക്ട്രോളിറ്റിക് സെല്ല്. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ഗാൽവനിക് സെല്ല്. ഓക്കെ. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്നാണ്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണം അൾട്രാ വയലറ്റ് കിരണങ്ങൾ, UV റേസ്. സൂര്യാഘാതം UV റേസ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമനാണ്. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി. കടലിന്റെ നീല നിറം CV രാമൻ, ആകാശത്തിന്റെ നീല നിറം ലോർഡ് റെയ്ലിയാണ്. റെയ്ലി. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരമാണ്. സോളിഡ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം മാധ്യമം ഖരമാണ്. പദാർത്ഥം സ്റ്റീല്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന പദാർത്ഥം സ്റ്റീല്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡില. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡില. മധ്യഭാഗം കട്ടികൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ്. മധ്യഭാഗം കട്ടികൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടികൂടിയതുമായ ലെൻസ് കോൺകേവ് ലെൻസ്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദ തരംഗം ഇൻഫ്രാസോണിക് ആണ്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദ തരംഗം ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദ തരംഗം അൾട്രാസോണിക്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദ തരംഗം ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദ തരംഗം അൾട്രാസോണിക്. തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ വർണ്ണം വയലറ്റ്. തരംഗ ദൈർഘ്യം കുറവ് ആവൃത്തി കൂടുതലുമായ വർണ്ണം ഏതാണ്? വയലറ്റ്. തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ വർണ്ണം ചുവപ്പ്. തരംഗ ദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലുമായ വർണ്ണം വയലറ്റ്. തരംഗ ദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ വർണ്ണം ചുവപ്പ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ.
അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല സ്നായുക്കൾ. ഓക്കെ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. ഓക്കെ. 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ. 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ. 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ്. 16 ബിറ്റുകൾ ചേർന്നാൽ ഒരു വേർഡ്. ഓക്കെ. 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ, 8 ബിറ്റ് ചേർന്നാൽ ഒരു ബൈറ്റ്, 16 ബിറ്റുകൾ ചേർന്നാൽ ഒരു വേർഡ്. ഓക്കെ. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ്. മെമ്മറിയുടെ ഏറ്റവും വലിയ യൂണിറ്റ് ജിയോപ്പ് ബൈറ്റ് ആണ്. ജിയോപ്പ് ബൈറ്റ്. പെട്രോൾ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പറക്കുന്നതിന് കാരണം എന്താണ്? പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. പെട്രോൾ ഓർ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പറക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതിനാൽ. കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിന് കാരണം കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതിനാൽ. ഓക്കെ. നദികളിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം. നദികളിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിനുള്ള കാരണം എന്താണ്? സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ ആയതിനാൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്. ഓക്കെ. നദികളിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ ആയതിനാൽ. ഓക്കെ. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്റെ കാരണം എന്താണ്? മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. 574.25. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.